നമസ്കാരം. കെ.എസ്. കിസാൻ ഫ്രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് വെള്ള ചെറുതേനീച്ചയുടെ ഒരു PVC തീർത്ത കൂടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് കുറച്ച് തേനുകൾ മാത്രം ഇരിക്കുന്നതാണ്. അത് വെള്ള കളറിലാണ് ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ അകത്തൂടെ കുറച്ച് ഈ ചെറു തേനീച്ചകൾ ഓടി നടക്കുന്നതാണ്. ഇതിൻ്റെ തേനീച്ച എന്ന് പറയുന്നത് ഏറ്റവും തേനീച്ചകളിൽ വളരെ ചെറിയ തേനീച്ചയാണ്. മാത്രമല്ല ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്താണ് മറ്റു കാര്യങ്ങളും മുട്ടയും തേനും എല്ലാം ഉള്ളത്. ഇപ്പുറത്ത് വളരെ കുറച്ച് മാത്രമേ തേൻ കാണപ്പെടുന്നുള്ളൂ. മാത്രമല്ല ഇത് നിങ്ങൾക്ക് കാണാം, ഒരു PVC പൈപ്പിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല തടി കൊണ്ടുള്ള പാനലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊരു 6 ഇഞ്ച് പൈപ്പിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇതിന് പൊത്തിട്ടിരിക്കുന്നത്. ഈ പൊത്തിൽ കൂടിയാണ് വെള്ള ചെറുതേനീച്ച ഇറങ്ങുന്നത്. മാത്രമല്ല ഇതിൻ്റെ ദ്വാരം, വെള്ള ചെറുതേനീച്ച ദ്വാരം വളരെ ചെറുത് ആയിരിക്കും. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ഇവർ എൻട്രൻസ് വാതിൽ അടച്ചും ഇരിക്കാറുണ്ട്. വെള്ള ചെറുതേനീച്ചയുടെ തേന് എപ്പോഴും വെള്ള കളറിലായിരിക്കും പൂമ്പൊടിയും തേനും മുട്ടയും കാണപ്പെടുന്നത്. മാത്രമല്ല നമ്മളുടെ മറ്റ് തേനീച്ചകളുടെ കൂട്ടിൽ കാണപ്പെടുന്ന പോലെ 2 കളറിൽ ഇതിനകത്ത് മുട്ടകൾ കാണപ്പെടുന്നില്ല. എപ്പോഴും ഒറ്റ കളറിൽ മാത്രമേ മുട്ട കാണപ്പെടുന്നുള്ളൂ. ഇതിൻ്റെ വെള്ള മുട്ടകളായിരിക്കും എപ്പോഴും ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ മുട്ടയ്ക്ക് പശപ്പ് തീരെ കുറവാണ്. മാത്രമല്ല മറ്റ് ചെറുതേനീച്ചയുടെ റാണിയെപ്പോലെ 65 ദിവസം കൊണ്ട് അല്ല ഇത് വിരിഞ്ഞിറങ്ങുന്നത്. വെറും 25 അല്ല 22 ദിവസങ്ങൾ കൊണ്ട് മാത്രം റാണി വിരിഞ്ഞിറങ്ങുന്നു. ഇതിനകത്ത് ഈ അടപ്പിലും ഇത്രയും മുട്ടകൾ തന്നെ കാണപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അകത്തും ഈച്ചകൾ വളരെ കുറവാണ്. തേനാണെങ്കിൽ കണ്ണുനീർത്തുള്ളി പോലെ വളരെ തെളിഞ്ഞ തേനാണ് ഇതിൻ്റെ തേന്. മാത്രമല്ല വളരെ ടേസ്റ്റുള്ള തേനുമാണ്. ഇതിൻ്റെ കണ്ണിൽ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ കണ്ണി തേനീച്ച എന്നും പറയപ്പെടാറുണ്ട്. ഇതുപോലെ ഉള്ള ചെറുതേനീച്ച കൂടുകൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുമ്പോൾ മുട്ടകൾ നമ്മൾ വട്ടുപോലെ പെട്ടെന്ന് വിട്ടുപോകും. കാരണം ഇതിൻ്റെ മുട്ടയ്ക്ക് തീരെ പശപ്പ് കുറവായതുകൊണ്ട് നിങ്ങളൊരു പാത്രം പിടിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ മുട്ടകൾ തിരിക്കാൻ. വളരെ ശ്രദ്ധാപൂർവം മുട്ടകൾ എടുത്ത് തിരിച്ചില്ല എങ്കിൽ കൂടുകൾ നഷ്ടപ്പെട്ടു പോകാനും കാരണമാവും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.